സോളോ ലെവലിംഗ് സീസൺ 2 എപ്പിസോഡ് നമ്പർ 9 നമുക്ക് വേഗം പോകാം. ഞാൻ സാം ആൻഡ് വെൽക്കം ടു സാം കുക്ക് ടോക്സ്. ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കണ്ടു ഹൈ ഓക്സ് സ്ക്വാഡ് ബിയെ അറ്റാക്ക് ചെയ്യുന്നു. ഓർക്സ് വളരെ സ്ട്രോങ് ആയതുകൊണ്ട് ജിനോയ്ക്ക് ഫൈറ്റിൽ ഇടപെടേണ്ടി വരുന്നു. കൂടെ ഉണ്ടായിരുന്ന ഒരു ഹീലറിനെ രക്ഷിക്കാൻ ജിനോ ഒരു ഓർക്കിനെ ചെതറിക്കുന്നു. ഇത് കണ്ട ആ ഹീലർ പേടിച്ചു പോകുന്നു. ഇതേ സമയം സൺ കിഹൂൺ നിസാരമായ ഒരു ഓർക്കിനെ വെട്ടി വീഴ്ത്തുന്നു. പക്ഷേ കിഹൂണിന് മനസ്സിലാവുന്നില്ല കുറച്ചു മുമ്പ് വരെ തന്നെ മരണത്തിന്റെ വക്കിലോട്ട് കൊണ്ടുപോയ ഓർക്ക് ഇത്ര നിസാരമായി തീർന്നുവെന്ന്. ബാക്കിയുള്ള ടീമിനും ഫൈറ്റ് ഈസി ആവാൻ തുടങ്ങി. അവർക്ക് ഓർക്കിനെ പരാജയപ്പെടുത്താൻ പറ്റുന്നുണ്ടായിരുന്നു. ഇതിനെല്ലാം കാരണക്കാരൻ ജിനുവ തന്നെയായിരുന്നു. ജിനുവ കെമോഫ്ലാജിൽ ഹൈ ഓക്സിനെ പരിക്കേൽപ്പിച്ചുകൊണ്ടിരുന്നു. ചില ഓക്സിന് ജിനുവാണ് ഇതിന് പിന്നിലെന്ന് മനസ്സിലായെങ്കിലും ജിനുവ പെട്ടെന്ന് തന്നെ ആരുടെയും കണ്ണിൽപ്പെടാതെ പ്രശ്നക്കാരുടെ കഴുത്തിൽ ഡാഗർ കയറ്റുന്നു. ജിനുവ പറയുന്നു, നിങ്ങൾ ചുമ്മാ എനിക്ക് പണി തരാൻ നിൽക്കല്ലേ. പെട്ടെന്ന് ഒരു ഹണ്ടർ ആ ഓർക്കിനെ പുറകിൽ നിന്ന് അറ്റാക്ക് ചെയ്ത് വീഴ്ത്തുന്നു. ജിനുവ മനസ്സിൽ ആലോചിക്കുന്നു, സൺ കിഹോണും ടീമും ഹണ്ടേഴ്സ് ഗിൽഡിന്റെ ബെസ്റ്റാണ്. പക്ഷേ ഈ ഹൈ ഓക്സ് മോശക്കാരല്ല. എനിക്ക് അവരെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷേ അവർ ശ്രദ്ധിക്കാഞ്ഞത് കൊണ്ട് ഒരു ഹീലറിന്റെ ജീവൻ ഇപ്പൊ പോയേനെ. ഇതേ സമയം സിസ്റ്റം ജിനുവയ്ക്ക് ഒരു പോപ്പപ്പ് കൊടുക്കുന്നു. ഓ, ഞാൻ ലെവലപ്പ് ആയോ? ഞാൻ ഇവരെ എല്ലാം ഒറ്റയ്ക്ക് തോൽപ്പിച്ചായിരുന്നെങ്കിൽ ഒരു ലെവൽ കൂടെ കൂടിയേനെ. ആ സാരല്ല, അവർ നല്ലൊരു എമൗണ്ട് കൊടുത്ത ഈ ഡഞ്ചന്റെ എൻട്രി പെർമിറ്റ് മേടിച്ചത്. ഞാൻ ചുമ്മാ ഇവരുടെ കാര്യങ്ങളിൽ തലയിടരുത്. അങ്ങനെ ടീം ഓർക്സിനെ മുഴുവൻ തീർക്കുന്നു. ടീം മെമ്പേഴ്സിന് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഈ ഫൈറ്റ് തീർന്നുവെന്ന്. അവർ ഇതെന്തോ വലിയ ഭാഗ്യമാണെന്ന് കരുതുന്നു. ബി റാങ്ക് ഹണ്ടേഴ്സ് ജീവനോടെ അവരുണ്ടെന്ന് തന്നെ വിശ്വസിച്ചില്ല. ജിനു ആരുടെയും കണ്ണിൽപ്പെടാതെ രക്ഷപ്പെട്ടെങ്കിലും ഒരു മേജിന് അവനാണ് ഇതിനെല്ലാം കാരണമെന്ന് മനസ്സിലാവുന്നു. അവളുടെ പേരായിരുന്നു ലീ. മിസ് ലീ ആലോചിക്കുന്നു, ആ പോട്ടറിന്റെ വിചാരം ഞങ്ങളെല്ലാം മണ്ടന്മാരാണെന്നാ. ഞാനൊരു മാജിക് യൂസറാ. കെമോഫ്ലേജ് സ്കില്ല് കണ്ടാൽ എനിക്കറിയാം. ഇതേ സമയം ജിനു രക്ഷിച്ച ആ ഹീലർ സൺ കിഹൂണിനോട് നടന്ന കാര്യം മുഴുവൻ പറയുന്നു. ഇത് മുഴുവൻ കേട്ട് സൺ കിഹൂൺ പറയുന്നു, നീ പറയുന്നത് ഒരു ഓർക്കിനെ ആരോ സീക്രട്ട് സ്പെല്ല് വെച്ച് കൊന്നെന്നാണോ? അവൾ പറയുന്നു, അതെ. അവർ അടുത്തുണ്ടായിരുന്ന മേജിനോട് അവളാണോ ഇത് ചെയ്തതെന്ന് ചോദിക്കുന്നു. പിന്നെ നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ മേജിന്റെ പേരായിരുന്നു ജിന. ജിനയ്ക്ക് അവളെ ടെലികാനിക്സ് വെച്ച് ഓർക്കിനെ പിടിച്ചു നിർത്താൻ തന്നെ പാടുപെട്ട കാര്യം പറയുന്നു. അതുപോലെ അവരുടെ കൂടെയുള്ള മേജേഴ്സിന് ഇതുപോലെയുള്ള കേഴ്സസ് സ്പെല്ലൊന്നും അറിയില്ല. ചിലപ്പോൾ നമ്മുടെ കിങ് ഓഫ് കേഴ്സസിനെ അത് പറ്റത്തുള്ളൂ. ഇവിടെ ജിന പറയുന്നു, നമ്മുടെ സ്ട്രൈക്ക് സ്ക്വാഡിൽ ഫയർ ടൈപ്പ് മൂവ്സ് ഉള്ള മേജേഴ്സേ ഉള്ളൂ. അസാസിൻ ടൈപ്പ് ഹണ്ടേഴ്സ് പോലും ഇല്ല. പെട്ടെന്ന് ജിനുവയെ പുറത്തു കൊണ്ടുവരാൻ മിസ് ലീയും ജിനയെ സപ്പോർട്ട് ചെയ്യുന്നു. അവൾ പറയുന്നു, ശരിയാ, നമ്മുടെ ടീമിൽ ഇല്ലാത്ത ആരുടെയോ പണിയായത്. ഇത് കേട്ട് ജിനുവ നല്ലതുപോലെ വിയർക്കുന്നു. പക്ഷെ മിസ് ലീ ആലോചിക്കുന്നു, എനിക്ക് തോന്നുന്നു അവന്റെ ഐഡന്റിറ്റി ഒളിപ്പിക്കാൻ അവന് റീസൺ ഉണ്ടെന്ന്. ഞാൻ ഇപ്പോഴത്തേക്കൊന്നും മിണ്ടുന്നില്ല. അങ്ങനെ കുറച്ചു നേരത്തേക്ക് ടീം ഒന്ന് സമാധാനിക്കുന്നു. ഒരു ഹണ്ടർ ഇതേ സമയം ലീഡറിനോട് ചോദിക്കുന്നു, നമ്മൾ ഇനിയും മുന്നോട്ട് പോകണോ? ഇത് കേൾക്കുമ്പോൾ തന്നെ ബാക്കിയുള്ളവർ പരസ്പരം സംസാരം തുടങ്ങുന്നു. ഹൈ ഓർക്സ് തുടക്കത്തിൽ തന്നെ വന്നതുകൊണ്ട് ഇനി ഡഞ്ചനുള്ളിലോട്ട് പോകുന്നത് ഡേഞ്ചറസ് ആണെന്ന് അവർ പറയുന്നു. വേറൊരു ഹണ്ടർ ഇവിടെ ലീഡറിന്റെ തോളിൽ കൈവച്ച് പറയുന്നു, ലുക്ക്, ഇവിടെ ഹൈ ഓക്സ് ഉണ്ടെന്ന് മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് ഗിൽഡ് മാസ്റ്ററിനെയോ അല്ലെങ്കിൽ വൈസ് ഗിൽഡ് മാസ്റ്ററിനെയോ വിളിക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ സ്ക്വാഡിന് എന്തെങ്കിലും പറ്റും. നമുക്കെന്നാ പോയാലോ? അല്ലെങ്കിൽ നമുക്ക് 2 ഹീലേഴ്സിനെയും 3 മേജേഴ്സിനെയും കൂടെ പോയി കൊണ്ടുവരാം. അപ്പോൾ വലുതായി ഡാമേജ് ഉണ്ടാക്കാൻ പറ്റും. എനിക്കറിയാം കിഹുൺ നീ ലീഡറായിട്ടുള്ള ആദ്യത്തെ ദിവസമാണെന്ന്. അതുപോലെ നിനക്ക് പോകാൻ ഒരു താല്പര്യം ഇല്ലെന്നറിയാം. പക്ഷേ നമുക്ക് പോവാടാ. ഇത് കേട്ട സൺ കിഹോൺ ആലോചിക്കുന്നു, ഞാൻ ഈ റെയ്ഡ് കംപ്ലീറ്റ് ആക്കിയാൽ ഞാൻ ഈ സ്ക്വാഡിന്റെ ഒഫീഷ്യൽ ലീഡർ ആകും. എനിക്കിനി ഒരു ചാൻസ് കിട്ടില്ല. ജിനോ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ജിനോ ആലോചിക്കുന്നു, ഈ ഒരു തീരുമാനം അങ്ങനെ ഹണ്ടേഴ്സിന് ഈസി അല്ല. എല്ലാ ഹണ്ടേഴ്സിനും ഡഞ്ചൻ ക്ലിയർ ചെയ്യണമെന്നാണ് മനസ്സിൽ. പക്ഷേ ഇവനൊരു ബുദ്ധിയുള്ള ലീഡർ ആണെങ്കിൽ. ഇതേ സമയം സൺ കിഹോൺ പറയുന്നു, നമുക്കെന്നാ തിരിച്ചു പോകാം. ഇത് കേട്ട എല്ലാവരും സമാധാനിക്കുന്നു. അവരങ്ങനെ തിരിച്ചു പോകുന്നു. പക്ഷെ തിരിച്ചു പോകുമ്പോൾ ഡഞ്ചൻ ഗേറ്റ് ഒരു ബാരിയർ സ്പെല്ല് വെച്ച് അടച്ചേക്കുന്നതായി അവർ കാണുന്നു. അവർക്കാർക്കും മനസ്സിലാവുന്നില്ല ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്പെല്ല് ആരാ ഉപയോഗിച്ചതെന്ന്. മിസ് ലീയോട് കിഹുൺ ഇത് മാറ്റാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു. അവൾ പറയുന്നു, ഇത് മാറ്റാൻ കഴിയും, പക്ഷേ നല്ലപോലെ സമയമെടുക്കും. അവൾ ഇതേ സമയം ആലോചിക്കുന്നു, അതിലും വലിയ കാര്യം ഇതുപോലൊരു സ്പെല്ല് ഉപയോഗിക്കാൻ പറ്റുന്ന ആരോ ഡഞ്ചനിലുള്ള കാര്യമാണ്. നമ്മളെന്തായാലും തിരിച്ചു വന്നത് കാര്യമായി. പെട്ടെന്ന് ഡഞ്ചനിലെ എല്ലാവർക്കും ബ്ലീച്ചിലെ സ്പിരിച്വൽ പ്രഷർ പോലെ ബോസിന്റെ പ്രസൻസ് അറിയാൻ കഴിയുന്നു. ഇനി ഇവിടെ നിന്നാൽ പ്രശ്നമാകുമെന്ന് ഉറപ്പായതുകൊണ്ട് ബാക്കിയുള്ള മേജേഴ്സും കൂടെ മിസ് ലീയെ സഹായിക്കാൻ തുടങ്ങുന്നു. അവർ വേഗം തന്നെ ബാരിയർ മാറ്റാൻ ശ്രമിക്കുന്നു. ജിനോ മനസ്സിൽ ആലോചിക്കുന്നു, എനിക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞ മാന വേവ്സ് സ്ട്രോങ് എന്ന് മാത്രമല്ല വേറെ ലെവലാണ്. എനിക്ക് എന്തുകൊണ്ട് ഇത് നേരത്തെ അറിയാൻ കഴിഞ്ഞില്ല? ഈ ബോസിന് അവന്റെ പ്രസൻസ് ഒളിപ്പിക്കാൻ കഴിവുണ്ട്. നമുക്ക് കാണാൻ കഴിയും, ഗേറ്റ് തുറക്കാൻ നോക്കിയ മേജേഴ്സിന്റെ കണ്ണ്, മൂക്ക്, വായിൽ നിന്നുമെല്ലാം ബ്ലഡ് മറിയുന്നു. ഇതാരുടെയോ കേഴ്സ് സ്പെല്ലായിരുന്നു. ബാക്കിയുള്ളവർ ഒരു ഡിവൈൻ സ്പെല്ല് വേഗം യൂസ് ചെയ്യാൻ പറയും. പക്ഷെ കിഹൂണിന്റെ ശ്രദ്ധ പുറകിലായി. വലുതായി എന്തോ അവർക്ക് നേരെ വരുന്നതായി കിഹൂൺ കാണുന്നു. 50-ൽ കൂടുതൽ ഹൈ ഓക്സ് ഒരു വലിയ പടയായി തന്നെ വരുന്നു. സൺ കിഹൂണും അവന്റെ ഹണ്ടേഴ്സും ഇത് നോക്കി തന്നെ നിന്നു പോകുന്നു. ഇതേ സമയം ഒരു ഓർക്ക് സൺ കിഹൂണിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നു. അവൻ കിഹൂണിന്റെ കണ്ണിൽ തന്നെ നോക്കുന്നു. കിഹൂണിന്റെ സമയം ബാക്കിയുള്ളവരോട് അറ്റാക്ക് ചെയ്യരുതെന്ന് പറയുന്നു. കിഹൂൺ പറയുന്നു, നമ്മളിപ്പോൾ അവരെ ഫൈറ്റ് ചെയ്താൽ ഒരു കാര്യവും ഇല്ലാതെ ഇവിടെ തന്നെ വെച്ച് മരിക്കാം. അവൻ മനസ്സിൽ ആലോചിക്കുന്നു, മിസ്റ്റർ ചോയോ അല്ലെങ്കിൽ മിസ് ചേയോ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. കിഹൂൺ വിറയ്ക്കുന്നുണ്ടെങ്കിൽ ഓർക്കിന്റെ മുന്നിൽ അവൻ പിടിച്ചു നിന്നു. നല്ലതുപോലെ അലറി ഒച്ച വെച്ചിട്ട് ഓർക്ക് പറയുന്നു,
ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓർക്കിന്റെ തല വെട്ടിത്തിരിയുന്നു. അവൻ പറയുന്നു, മനുഷ്യരെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ കാർഗാൽഖാൻ, എനിക്ക് നിങ്ങളെ കണ്ട് സംസാരിക്കണം. അണ്ടേഴ്സ് ഓർക്ക് അവരുടെ ഭാഷ സംസാരിക്കുന്നത് കേട്ട് സർപ്രൈസ് ആകുന്നു. പക്ഷെ മിസ് ലീ ഓർക്ക് ആരുടെ കൺട്രോളിലാണെന്ന് പറയുന്നു. കൺട്രോൾ ചെയ്യുന്നവൻ ഓർക്കിലൂടെ സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. ഇതുപോലെ മനുഷ്യരുടെ കൂട്ട് ബുദ്ധിയുള്ള ബീസ്റ്റ് പറയുന്നത് വിശ്വസിക്കരുതെന്നും ഇതൊരു ട്രാപ്പാണെന്നും നമുക്ക് ഇവിടെ തന്നെ വെച്ച് ഫൈറ്റ് ചെയ്ത് കാര്യം അവസാനിപ്പിക്കാമെന്നും എല്ലാം സൺ കിഹൂണിന്റെ കൂടെയുള്ളവർ പറഞ്ഞുകൊണ്ടിരുന്നു. സൺ കിഹൂൺ ഇതെല്ലാം കേട്ടെങ്കിലും ഓർക്കിനോട് അവൻ ചോദിക്കുന്നു, കാർഗാൽഖാൻ, താങ്കളാണോ ഈ ഗേറ്റ് അടച്ചത്? ഓർക്ക് പറയുന്നു, അതെ, ഞാൻ തന്നെയാണ്. ഞാനാണ് ഈ ഓർക്കുകളുടെ ഷാമൻ, അതുപോലെ സർവശക്തനായ ലീഡറും. നിങ്ങൾ മനുഷ്യർക്ക് എന്റെ മാജിക് ബാരിയർ നശിപ്പിക്കാൻ കഴിയില്ല. കിഹൂൺ ഇത് കഴിഞ്ഞ് ചോദിക്കുന്നു, താങ്കളെക്കാൾ ശക്തനായ വേറെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഓർക്ക് ഇത് കേട്ട് ദേഷിക്കുന്നു. ആർക്കാ അതിനുള്ള ധൈര്യമുള്ളത് എനിക്കെതിരെ നിൽക്കാൻ? നിനക്ക് തീരുമാനിക്കാം, എന്റെ പടയാളികളുടെ കൈ കൊണ്ട് മരിക്കണോ അതോ ഞാൻ പറയുന്നത് അനുസരിക്കുന്നു? കിഹൂൺ ഇത് കേട്ട് കൂടെ വരാമെന്ന് ഓർക്കിനോട് പറയുന്നു. ബാക്കിയുള്ളവർ ഇത് കേട്ട് ഷോക്കാകുന്നു. അങ്ങനെ ഫോളോ ചെയ്ത് വരാൻ പറഞ്ഞ് ഓർക്ക് കാർഗാൽഖാന്റെ അടുത്തോട്ട് ഹണ്ടേഴ്സിനെ കൊണ്ടുപോകുന്നു. ജിനു ഇതേ സമയം ആലോചിക്കുന്നു, ഡഞ്ചൻ ബോസ് കൂടാതെ ഇതിൽ കൂടുതൽ ഓക്സ് ഡഞ്ചൻ ലെയറിൽ കാണും. ഇവർ ജയിക്കാനുള്ള ചാൻസ് എന്തായാലും മുഴുവനായി കുറഞ്ഞു. ഇവൻ പ്ലാൻ ചെയ്യുന്നത് ബോസിനോട് സംസാരിച്ച് ഇവിടുന്ന് ജീവനോടെ പോകാമെന്നാണോ? കിഹൂൺ ഇതേ സമയം മനസ്സിൽ ആലോചിക്കുന്നു, ഞങ്ങൾക്ക് വേറെ ഒരു ചോയ്സും ഇല്ല, ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. അവൻ വേഗം ജിനുവയോട് പറയുന്നു, സങ്, ഞങ്ങൾ ബോസ് ലെയറിലെത്തുമ്പോൾ അവന് നേരെ ഒരു സർപ്രൈസ് അറ്റാക്ക് നടത്തും. ഞങ്ങൾ ജയിച്ചാലും ഇല്ലെങ്കിലും ബോസിന് കുറെ നേരത്തേക്ക് മാജിക് ബാരിയർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഹൈ ഓക്സിന്റെ ശ്രദ്ധ മുഴുവൻ ഞങ്ങളിലായിരിക്കും. നീ ഈ സമയം കൊണ്ട് പുറത്തു പോയി മെയിൻ സ്ട്രൈക്ക് സ്ക്വാഡിനെ കോൺടാക്ട് ചെയ്യണം. ഇത് കേട്ട് ജിനുവ പറയുന്നു, ബാക്കപ്പ് വരുമ്പോഴത്തേക്കിനും ഈ ഫൈറ്റ് തീരില്ലേ? ബോസിനെ കൊല്ലാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ജീവൻ കളയാൻ പോകുവാണ്. സൺ കിഹൂൺ പറയുന്നു, ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം തന്നെ ഈ ഗേറ്റ് തീർക്കണമെന്ന, ജീവനോടെ പോകണമെന്നല്ല. കുറെ പേര് ഞങ്ങൾ വലിയൊരു എമൗണ്ട് ക്യാഷ് മുടക്കിയിട്ടുണ്ട് ഇത് ചെയ്യാൻ വേണ്ടി. പെട്ടെന്ന് ആ ഹീലർ ജിനുവയുടെ അടുത്തൊരു ഡയറിയുമായി വരുന്നു. അവൾ പറയുന്നു, സങ്, എനിക്ക് വേണ്ടി ഇത് ചെയ്യാമോ? നീ ജീവനോടെ പുറത്തെത്തിയാൽ ഇതെന്റെ ഫാമിലിക്ക് കൊടുക്കാമോ? ഞങ്ങൾക്ക് ട്രെയിനിങ് തന്നത് തന്നെ ഈ ജോലി ചെയ്യാനാണ്, പക്ഷേ നീ ഞങ്ങളുടെ കൂടെ ഉള്ളതല്ല. സോ നീ ജീവനോടെ ഇവിടുന്ന് രക്ഷപ്പെടണം. നമുക്ക് കാണാൻ കഴിയും ഹണ്ടേഴ്സ് എല്ലാം പേടിയില്ലാതെ തന്നെ മുന്നോട്ട് പോകുന്നതായിട്ട്. ഇതെല്ലാം കേട്ട് ജിനോ പറയുന്നു, ഞാൻ എന്തായാലും ഇത് കയ്യിൽ വെച്ചേക്കാം, പക്ഷേ ഞാനായിരിക്കില്ല ഇത് അവർക്ക് കൊടുക്കുന്നത്. ജിനോ ആ ഡയറി ഇത് പറഞ്ഞുകൊണ്ട് പോക്കറ്റിൽ വെക്കുന്നു. ഇത് കഴിഞ്ഞ കഥ ഡഞ്ചന് പുറത്തോട്ട് പോകുന്നു. ഡഞ്ചന് പുറത്ത് നമുക്ക് കാണാൻ കഴിയും ചാഹിൻ എത്തിയതായിട്ട്. ചാഹിൻ ഇവിടെ ജിനുവയെ തിരക്കി വന്നതായിരുന്നു. മൈനിങ് ടീമിന്റെ കൂടെ ജിനുവയെ കാണാഞ്ഞത് കൊണ്ട് അവൻ ആ പണി നിർത്തി കാണുമെന്ന് അവൾ വിചാരിച്ചു. പക്ഷേ ചാഹിൻ മൈനിങ് ടീം ലീഡറിൽ നിന്നും അറിഞ്ഞു ജിനുവ പോർട്ടറായിട്ട് ഗേറ്റിൽ കയറിയെന്ന്. ഇതറിഞ്ഞ് ചാഹിൻ ഞെട്ടുന്നു. ഇതിന്റെ കൂടെ തന്നെ ചാഹിൻ കഴിഞ്ഞ പ്രാവശ്യം ജിനുവയെ ബോസ് ലെയറിൽ ഡാഗറുമായി നിൽക്കുന്നത് കണ്ടിരുന്നു. അവൾക്കത് തോന്നിയതല്ല എന്ന് മനസ്സിലാവുന്നു. അങ്ങനെ അവളുടെ സംശയം കൂടുന്നു. അങ്ങനെ ജിനുവയെ കൈയോടെ പൊക്കാൻ ചാഹിൻ ഗേറ്റിനുള്ളിൽ പോകാൻ തീരുമാനിക്കുന്നു. ഗേറ്റിനുള്ളിൽ പോകാൻ ഒരുങ്ങുമ്പോൾ തന്നെ മൈനിങ് ടീം ലീഡർ പറയുന്നു, ഇതെന്ത് പറ്റി മാഡം? എന്തേലും ആക്സിഡന്റ് ഉണ്ടായോ? ഞാൻ ബാക്കപ്പിന് വേണ്ടി ഗിൽഡിനെ വിളിക്കണോ? പക്ഷെ ചാഹിൻ ഇത് കേട്ട് നോ പറയുന്നു. അതുപോലെ ഇതൊരു പേഴ്സണൽ മാറ്റർ ആണെന്ന് പറഞ്ഞ് അവൾ മറുപടി കൊടുക്കുന്നു. പെട്ടെന്ന് ചാഹിൻ ഓർമ്മ വരുന്നു അവളുടെ കയ്യിൽ വെപ്പൺ ഒന്നുമില്ലെന്ന്. അവൾ മൈനിങ് ടീം ലീഡറിനോട് ഒരു വെപ്പൺ തരാമോ എന്ന് ചോദിക്കുന്നു. ടീം ലീഡർ പറയുന്നു, ആരേലും ഒരു വെപ്പൺ തന്നെ. അങ്ങനെ ചാഹിൻ ഒരു വെപ്പൺ അവർ കൊടുക്കുന്നു. ചാഹിൻ ഇത് കണ്ട് ചോദിക്കുന്നു, നിങ്ങളുടെ കയ്യിൽ വേറെ സോഡോ സ്പീറോ വല്ലതും ഉണ്ടോ? ടീം ലീഡർ ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് പറയുന്നു, മാഡം, ഞങ്ങൾ മൈനിങ് ടീമാണ്, ഞങ്ങളുടെ കയ്യിൽ അങ്ങനെയുള്ള വെപ്പൺസ് ഒന്നുമില്ല. ചാഹിൻ ഇത് കേട്ട് പിക്കാക്സ് തിരിച്ചു കൊടുത്ത് ഡഞ്ചനിൽ കയറാൻ ഒരുങ്ങുന്നു. പക്ഷെ ഡഞ്ചന് മുന്നിൽ എത്തുമ്പോൾ തന്നെ അവൾ ഒന്ന് നിൽക്കുന്നു. ടീം ലീഡർ ചോദിക്കുന്നു, മാഡത്തിന് ഒരു വെപ്പൺ പോലും വേണ്ട എന്ന് ഉറപ്പാണോ? ചാഹിൻ ഇത് കേട്ടൊന്ന് വിറയ്ക്കുന്നു. തിരിച്ചു വന്ന് പിക്കാക്സ് മേടിച്ച് വേഗം ആ ഡഞ്ചനിലോട്ട് അവൾ പോകുന്നു. ഇത് കഴിഞ്ഞ് നമ്മൾ ഗേറ്റിനുള്ളിലെ കാഴ്ചയാണ് കാണുന്നത്. ഹണ്ടേഴ്സ് ഇവിടെ ബോസ് ലെയറിൽ എത്തിക്കഴിഞ്ഞു. നമുക്ക് കാണാൻ കഴിയും വലിയൊരു ഹൈ ഓക്ക് ആർമി തന്നെ ഇവിടെയുണ്ട്. അവരുടെ ഷാമൻ കാർഗാൽഖാനെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. കിഹൂണിന്റെ ടീം ഈ വലിയ ആർമിയെ കണ്ട് ഞെട്ടുന്നു. കിഹൂൺ മനസ്സിൽ പറയുന്നു, ഈ ഒരു ആർമി ഗേറ്റിന് പുറത്തെത്തിയാൽ ഒരു സിറ്റി തന്നെ വേഗം ഇവർക്ക് ഇല്ലാതാകാൻ കഴിയും. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ബോസിനെ തോൽപ്പിക്കണം. കിഹൂൺ കാർഗാൽഖാന്റെ ചുറ്റിനും നിൽക്കുന്ന വളരെ പവർഫുൾ ആയ ജനറൽസിനെ ശ്രദ്ധിക്കുന്നു. ഇവിടെ ബാക്കിയുള്ള ഹണ്ടേഴ്സ് കിഹൂണിന്റെ സിഗ്നലിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഇതേ സമയം കാർഗാൽഖാൻ പറയുന്നു, മനുഷ്യരെ, നിങ്ങൾക്ക് എന്നെ പേടിയുണ്ടോ? ഇത് പറഞ്ഞുകൊണ്ട് ബോസ് അവന്റെ പ്രസൻസ് ഹണ്ടേഴ്സിന് കാണിച്ചു കൊടുക്കുന്നു. ഒരു നിമിഷത്തേക്ക് അവരെല്ലാം ഈ പവർഫുൾ ആയ ഓറയിൽ ചെതറിപ്പോകുന്നതായി മനസ്സിൽ കാണുന്നു. ഹണ്ടേഴ്സ് മുഴുവൻ പേടി കാരണം മരവിച്ച് തന്നെ നിന്നു പോകുന്നു. കിഹൂണിന്റെ കൂടെയുള്ളവർക്ക് ഇനി എങ്ങനെയായാലും ഇവനെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് മനസ്സിൽ പേടി ഉറയ്ക്കുന്നു. കിഹൂൺ ഇതേ സമയം ബോസിനോട് ചോദിക്കുന്നു, താങ്കൾ എന്തിനാ ഞങ്ങളെ ഇവിടെ വിളിപ്പിച്ചത്? ഞങ്ങൾ ആ ഗേറ്റിന് മുന്നിൽ വെച്ച് തന്നെ തീർക്കാമായിരുന്നല്ലോ. കാർഗാൽഖാൻ ഇത് കേട്ട് പറയുന്നു, ഞാൻ എന്റെ പടയാളികളെ ഒന്ന് എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഇത് ചെയ്തത്. അവരുടെ രാജാവ് ഇത് പറയുന്നത് കേട്ടതും സന്തോഷത്തിൽ ഹൈ ഓക്സ് ശബ്ദമുണ്ടാക്കുന്നു. പക്ഷേ എനിക്ക് മനസ്സിലാവുന്നു നിങ്ങളുടെ കൂട്ടത്തിൽ വേറെ ആരോ ഇവിടെ വന്നതായിട്ട്. ഷാമന് ജിനുവയുടെ പ്രസൻസ് അറിയാൻ കഴിഞ്ഞു. ഇതേ സമയം സൺ കിഹൂൺ മനസ്സിലാലോചിക്കുന്നു, അവൻ എന്തായി പറഞ്ഞേ?
ഞങ്ങളുടെ ജീവൻ വെറും എന്റർടൈൻമെന്റ് ആണെന്നോ? അവൻ ഞങ്ങളെ സീരിയസ് ആയിട്ട് പോലും എടുക്കുന്നില്ല. പെട്ടെന്ന് കിഹൂൺ അവന്റെ ടീമിനെ അറ്റാക്ക് ചെയ്യാനുള്ള സിഗ്നൽ കൊടുത്തുകൊണ്ട് കാർഗൽ ഖാന്റെ നേരെ കുതിക്കുന്നു. പക്ഷേ അവന്റെ കൂടെ ആരും തന്നെ പേടി കാരണം വന്നില്ല. ടീം മെമ്പേഴ്സ് ട്രോമറ്റൈസ്ഡ് ആയത് കാരണം അവർക്ക് അവിടുന്ന് അനങ്ങാൻ പോലും പറ്റിയില്ല. എന്നിട്ടും കിഹൂൺ വിട്ടുകൊടുത്തില്ല. അവൻ മുഴുവൻ ശക്തിയും എടുത്ത് കാർഗൽ ഖാന്റെ തല വെട്ടാൻ തന്നെ പോകുന്നു. കാർഗൽ ഖാൻ ഒരു പ്രയാസവുമില്ലാതെ അവന്റെ സ്പെല്ല് കൊണ്ടുള്ള ഷീൽഡ് വെച്ച് ഇത് തടയുന്നു. അവൻ പറയുന്നു, വിഡ്ഢിയായ മനുഷ്യ. അവൻ കിഹുണിനെ ഇത് കഴിഞ്ഞ് ലെവിറ്റേഷനും ഗ്രാവിറ്റി ആക്സലറേഷൻ സ്പെല്ലും വെച്ച് മുകളിലോട്ടും വേഗം താഴോട്ടും ശക്തിയായി അടിക്കുന്നു. കിഹുൺ ഡഞ്ചന്റെ മുകളിൽ പോയി ഇടിക്കുന്നു, വീണ്ടും താഴോട്ട് വീഴുന്നു. അങ്ങനെ കുറെ പ്രാവശ്യം ആയപ്പോൾ കിഹുണിന്റെ അവസ്ഥ വളരെ മോശമാകുന്നു. ടീംമേറ്റ്സിന് ഈ കാഴ്ച കണ്ടു നിൽക്കാൻ പോലും പറ്റിയില്ല. പെട്ടെന്ന് കിഹുൺ വീഴുമ്പോൾ തന്നെ ആരോ ദൂരെ സേഫായി അവനെ എത്തിക്കുന്നു. കാർഗൽ ഖാൻ ഇത് കണ്ട് ഞെട്ടുന്നു. ജിനോ കിഹുണിനോട് ചോദിക്കുന്നു, കിഹുൺ, ഈ ഡഞ്ചൻ ഹണ്ടേഴ്സ് ഗിൽഡിന്റെയാണ്. ഞാൻ ഇതിൽ ഇടപെടരുതെന്ന് എനിക്കറിയാം. പക്ഷേ ഇങ്ങനെ പോയാൽ ഹൈയോക്സ് നിങ്ങളെ നാശമാക്കും. ഞാനൊരു കാര്യം ചോദിക്കാം, എനിക്ക് നീ പെർമിഷൻ തരുമോ ഈ ബീസ്റ്റുകളെ മുഴുവൻ തീർക്കാൻ? കിഹൂൺ ഇത് കേട്ട് ഞെട്ടുന്നു. പെട്ടെന്ന് ഒരു ഹൈ ഓർക്ക് ജിനോയ്ക്ക് നേരെ പാഞ്ഞു വരുന്നു. ജിനോ അവന്റെ കമാൻഡേഴ്സ് ടച്ച് എബിലിറ്റി വെച്ച് ഓർക്കിനെ നിസാരമായി എറിഞ്ഞു കളയുന്നു. ജിനോ ഇത് കഴിഞ്ഞ് വീണ്ടും കിഹൂണിനോട് അവന്റെ ചോദ്യം ആവർത്തിക്കുന്നു. കിഹൂൺ പറയുന്നു, പ്ലീസ്, ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ്. കാർഗൽ ഖാൻ ഇതേ സമയം ചിരിച്ചുകൊണ്ട് പറയുന്നു, നീ എന്തായാലും ആളുകൊള്ളാം, പക്ഷേ നിനക്ക് എത്ര നേരത്തേക്ക് ഈ ചെറിയ തന്ത്രമെല്ലാം കാണിച്ച് നിൽക്കാൻ പറ്റും? ജിനോ ഇത് കേട്ട് പറയുന്നു, ഞാൻ ഇതുപോലെ പവർഫുൾ ആയ എനർജി ആദ്യമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എനിക്കിത് പറയാൻ വിഷമമുണ്ട്, പക്ഷേ നീ എനിക്ക് മോശമായ ഒരു മാച്ചാടാ. ഞാൻ നിന്റെ കാര്യം ഉദ്ദേശിച്ചത്, എൻ്റെ കാര്യമല്ല. ജിനോ ഇത് പറഞ്ഞുകൊണ്ട് അവന്റെ ഷാഡോസിനെ സമൺ ചെയ്യുന്നു. ഇഗ്രിസും ടാങ്കോ അവന്റെ ബാക്കിയുള്ള മുഴുവൻ ആർമിയും ഹൈ ഓക്സിന് നേരെയുള്ള യുദ്ധത്തിനായി ഒരുങ്ങുന്നു. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്, സീസൺ 2 എപ്പിസോഡ് നമ്പർ 9. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് എങ്ങനെ ഉണ്ടെന്ന് പറ കമന്റ്സിൽ.